പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തന്നെ വ്യാപിച്ച് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ദിയയുടെ ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന 3 പെരുങ്കള്ളികൾ തന്നെ അവരെ വിളിക്കണം. ആ പെരുങ്കള്ളികൾ 69 ലക്ഷം രൂപയാണ് QR കോഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടിച്ചു മാറ്റിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിയ കുടുംബവും പറയുന്നത് സത്യസന്ധമാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ 3 എണ്ണവും അത്രയും വലിയ ഫ്രോഡുകളാണെന്ന് നമുക്ക് ആ 3 എണ്ണത്തിൻ്റെയും മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. സംസാരവും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താണ് നാണോ മാനോ ഉളുപ്പുമില്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്? കട്ടും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചുമൊക്കെ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് നാണോ മാനോ ഉളുപ്പുമില്ലാതെ അതുകൊണ്ട് ജീവിക്കാൻ എങ്ങനെ തോന്നുന്നു? ഏതായാലും നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം, അതിന് ശേഷം ബാക്കി പറയാം. ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം, കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് ശരി. ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ അല്ല, ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോവാലോ, കൂട്ട് കാണും. പിന്നെ ഒന്നും ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് അവിടെ ആദ്യം വന്നത്. ശരി, എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസായിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനേതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാര്യം ഇന്നലെ രാവിലെ കൂടെ വിരുദ്ധ എല്ലാം ത്രട്ടൻ ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, ഇവരൊന്നും ചെയ്തില്ല. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിൽ അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ? എല്ലാം കംപ്ലൈന്റ് ആക്ച്വലി എടുത്ത് പറയുകയാണെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു? ഇത് അപ്പോൾ എല്ലാം തുറന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഇവർ നമ്മളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇവർ വ്യാജ പരാതി ഉണ്ടാക്കുന്നത്. എന്താണ്, നിങ്ങൾ ചെറിയ കുഞ്ഞു കുട്ടികളാണോ നിങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്? നിങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നതൊന്നും അതിൽ കണ്ടൊന്നുമില്ലല്ലോ. അവരെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ. പിന്നെ അവർ ഇറക്കിയിരിക്കുന്ന ജാതിക്കാർഡാണ്. അതിലൊരു പെണ്ണ് പറയുന്നു, പിന്നെ മുക്കുവത്തിയാണെന്ന് പറഞ്ഞു, നീ മുക്കുവത്തിയാണ്, മറ്റേടെ മുക്കുവത്തിയൊക്കെയാണ് നിന്നെ അവിടെ ജോലിക്ക് വെക്കുമോ? നീയൊക്കെ എന്താണ് ഈ പൊട്ടന്മാരോട് പറയും പോലെ സംസാരിക്കുന്നത്? ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ വല്ലാതെ നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നുന്നുണ്ട്. പിന്നെ ആ ദിയ എന്ന് പറയുന്ന അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ അവളെ അത്രയ്ക്കും മാനസികമായിട്ടൊക്കെ തളർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 3 എണ്ണവും എന്താണ്, അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവൾക്ക് ഷോപ്പിലൊന്നും പോയി നോക്കാൻ ഇതിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആ സമയം മുതലെടുത്തിട്ടാണ് ഈ 3 എണ്ണവും QR കോഡ് എന്താണ് അത് മാറ്റിയിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഷെയർ ചെയ്തതെന്നൊക്കെയാണ് നമുക്ക് വീഡിയോയിലോ കൂടിയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ വലിയ തട്ടിപ്പ് തന്നെയാണല്ലേ. അറിഞ്ഞു കഴിഞ്ഞ് പിടിക്കപ്പെടുന്നാവുമ്പോൾ ഇവളുമാർക്കൊക്കെ ഒരുതരം വെപ്രാളവും ഒക്കെ ഉണ്ടാവും. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ ഇമാതിരി നുണകളൊക്കെയാണ് പറയുന്നത്. പിന്നെ മക്കളെ, ജാതിക്കാർഡൊന്നും ഇങ്ങനെ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ജാതിക്കാർഡൊന്നും ഇറക്കുന്നത് ഒരാളും വിശ്വസിക്കില്ല. ഈ ജാതിക്കാർഡ് ഇടയ്ക്ക് ഇറക്കിയാൽ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഇവരുടെ വിചാരം. എന്ത് തന്നെയായാലും വലിയൊരു ചതി തന്നെയാണ് നടന്നിട്ടുള്ളത്. 69 ലക്ഷം രൂപ മുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കട്ടും മോഷ്ടിച്ചും ഇങ്ങനെ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഇവളുമാർ? ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവളുമാർക്ക് എന്താണ് കിട്ടുന്നത്? ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് അത് ഉതകും തോന്നുന്നുണ്ടോ? ഇങ്ങനെ വേറെ ആളുടെ ഇത് കട്ടും മോഷ്ടിച്ചും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം?
എന്താണ് ആ 3 ആ ഒന്നിൻ്റെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവളൊക്കെ ഭയങ്കര ജാടയാണ്. അതുപോലെ തന്നെ അവളൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി ആർക്കും മനസ്സിലാവും അത് അവർ 3 പേരും തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ കൃഷ്ണകുമാറിൻ്റെ കുടുംബം CCTV ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം ആ 3 തന്നെയാണ് കുറ്റവാളികൾ. ആ 3 തന്നെയാണ് ഈ പൈസയൊക്കെ കട്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഹാന ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതുങ്ങൾ സമ്മതിച്ചിട്ടുമുണ്ട്. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് കട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ നേരെ തിരിച്ചിട്ട് ഇവർ എന്താണ് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും വിശ്വസിക്കുന്നു ഇവളുമാർ കരുതണ്ട. ഇനി എന്ത് തന്നെയായാലും ഇതൊക്കെ കേസ് ആയിട്ട് പോയിട്ടാണെന്നുള്ളതല്ലേ. അപ്പോൾ ആ കേസിൻ്റെ തീരുമാനമൊക്കെ എന്തായാലും വരുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും സത്യത്തിൻ്റെ ഭാഗത്താണല്ലോ എല്ലാവരും നിൽക്കേണ്ടത്. നമ്മൾ ന്യായം നോക്കി മാത്രമേ നമ്മൾ എന്തിനും സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ എന്താണ് എല്ലായിടത്തും നമുക്ക് പറ്റുന്നതാണ് ഈ ചതി. എന്തും നമ്മൾ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പൈസ കൊണ്ടുള്ള കാര്യമാകുമ്പോൾ പറയേ വേണ്ട. എത്ര തന്നെ നമ്മൾ നല്ല പണിക്കാരാണെന്നോ അല്ലെങ്കിൽ എത്ര തന്നെ നല്ല ബന്ധുക്കളാണെന്നോ നല്ല ആൾക്കാരാണെന്നോ പറഞ്ഞാലും നമ്മളുടെ ഒരു കണ്ണ് നമ്മളെപ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ചതി പറ്റി നമ്മൾ 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവർ നമ്മളെ ഒന്നടങ്കം നമ്മളെ വിഴുങ്ങി എന്നുള്ള കാര്യം. ഇപ്പം പാവം ആ ദിയക്കൊക്കെ അതാണ് പറ്റിയിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ അത് പ്രഗ്നൻ്റ് ആണെന്നെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. ഈ സമയം മാനസികമായും ശാരീരികമായും ഒക്കെ അത്രയും സമാധാനം ആ കുട്ടിക്ക് കിട്ടേണ്ട സമയമാണ്. ആ സമയത്താണ് ഇതുപോലൊരു ഇഷ്യൂയിലേക്ക് ആ കുട്ടി കടന്നിട്ടുള്ളത്. അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും കൃഷ്ണകുമാറിനും കുടുംബത്തിനും എല്ലാ സപ്പോർട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടൊക്കെ നമ്മളെല്ലാവരും ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് നീതി കിട്ടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ആ 3 പെരുങ്കള്ളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നല്ല ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. അവരുടെ കയ്യിൽ നിന്നും ആ പൈസയും അതിൻ്റെ ഇരട്ടി പൈസയും പിരിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തട്ടിക്കൊണ്ടുപോയി അത് ഇതെന്നൊക്കെ പറഞ്ഞ് വ്യാജ പരാതിയൊക്കെ അവരുണ്ടാക്കുന്നുണ്ടല്ലോ. അതൊന്നും ഇനി അവർ ആരുടെ അടുത്തും ചിലവാക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സത്യസന്ധമായ രീതിയിൽ പോയാൽ നമുക്ക് ആരെയും പേടിക്കണം. എന്തിനാ ഇങ്ങനെ കട്ടിട്ടും കക്കാനും മോഷ്ടിക്കാനൊക്കെ പോകുന്നത്? അധ്വാനിച്ച് ജീവിച്ചൂടെ? ആരാൻ്റെ പൈസ കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ തുള്ളുന്നത്? ഒരു ഷോപ്പിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നിൽക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.